friends, welcome to I Choose New World. ഹായ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചിക്കൻ ചീസ് ഫിംഗേഴ്സിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ചീസ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല, വേവിക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ ജാറായതുകൊണ്ട് ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് ഇതുപോലെ പിടിക്കാൻ കിട്ടണം. ആ ഒരു പാകത്തിന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. നമുക്കൊരു കട്ടിംഗ് ബോർഡിലോ എന്തിലെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒപ്പാക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കോട്ടിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ആദ്യം മൈദയിൽ പുരട്ടിയെടുക്കാം. എന്നിട്ടത് മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. മൈദയിൽ പുരട്ടിയെടുക്കാനും ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാനും ഒരു കൈ ഉപയോഗിക്കുക. മുട്ടയുടെ മിക്സിയിൽ മുക്കാൻ മറ്റേ കൈ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇപ്പം എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ചീസ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ചീസ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.